മോഹൻലാൽ നായകനായ നരൻ എന്ന സിനിമയിലെ മുള്ളൻകൊല്ലി വേലായുധൻ എന്ന കഥാപാത്രത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല. ഒരു മലവെള്ള പാച്ചിലിൽ തീരത്തടഞ്ഞ ഗർഭിണിയായ സ്ത്രീ പ്രസവിച്ച് മുള്ളൻകൊല്ലിക്ക് നൽകിയ വേലായുധൻ പിന്നീട് ആ നാട്ടുകാർക്ക് പ്രിയങ്കരനായ കഥയാണ് നരനിലൂടെ പറയുന്നത്. ചേനപ്പാടിക്കാർക്കും അങ്ങനെ ഒരു കഥാപാത്രം കാവലുണ്ടായിരുന്നു. തുടക്കത്തിൽ കല്ലെറിഞ്ഞവരും പിന്നീട് അരുമയോടെ തഴുകിയ പുഷ്പൻ എന്ന തെരുവു നായ. പുഷ്പനെ ആരോ വിഷം നൽകി കൊല്ലുകയായിരുന്നു. പ്രളയത്തിലെത്തിയ പുഷ്പൻ വിദ്യാർത്ഥിനികളെ കോളേജിലും രാത്രിയിൽ വാർഡംഗത്തെ വീട്ടിൽ കൊണ്ടുവിടുന്നതും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂട്ടുപോകുന്നതും പുഷ്പൻ സ്വയം ഏറ്റെടുത്ത ജോലിയായിരുന്നു. പുഷ്പരാജ് എന്നാണ് മുഴുവൻ പേരെങ്കിലും നാട്ടുകാർ സ്നേഹത്തോടെ പുഷ്പൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വാലാട്ടി അവൻ സ്നേഹം തിരിച്ചു നൽകും. ചേനപ്പാടി പാതിപ്പാറ കോളനിയിലാണ് പുഷ്പൻ കാവൽ സംരക്ഷകനായി മാറിയിരുന്നത്. നാട്ടുകാരാണ് അവനെ കുളിപ്പിക്കുന്നത്. നാട്ടിലെ ഒരാൾ മിക്കപ്പോഴും തന്റെ നായയ്ക്കൊപ്പം പുഷ്പനെയും കുളിപ്പിക്കുമായിരുന്നു. ഏത് വീട്ടിൽ ചെന്നാലും അവന് ഭക്ഷണമുണ്ടായിരുന്നു. പുഷ്പന്റെ പേരിൽ നാട്ടുകാരനായി നിരഞ്ജൻ എന്നയാൾ പുഷ്പൻ പാതിപ്പാറ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും തുറന്നിരുന്നു. ഇതിൽ പുഷ്പന്റെ വീഡിയോകളും ചിത്രങ്ങളും കാണാം. കുടുംബശ്രീ യോഗങ്ങൾക്ക് പോകുമ്പോഴും പുഷ്പൻ തനിക്ക് തുണയായി വരുമെന്ന് മെമ്പർ തുളസി പറഞ്ഞിരുന്നു. പ്രദേശത്തെ ഹിന്ദുസ്ഥാൻ കോളേജിലേക്കുള്ള വഴിയിൽ പതിവായി വിദ്യാർത്ഥികൾക്കൊപ്പം പുഷ്പനും രാവിലെ പോകും. കൂട്ടുവന്നതിന് വിദ്യാർത്ഥിനികൾ ബിസ്ക്കറ്റ് നൽകും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പുഷ്പനുള്ള ബിസ്ക്കറ്റ് കരുതുന്ന വിദ്യാർത്ഥിനികളുമുണ്ട്. 2020 പ്രളയത്തിൽ മണിമലയാറിലൂടെ ഒഴുകിയെത്തി ചേനപ്പാടി SNDP പടിക്കൽ കര കയറി എത്തിയതാണ് പുഷ്പൻ. അവിടെ നിന്നും കാക്കക്കല്ല് പുറപ്പാ റോഡ് വഴി ഓടിയതിനിടെ വലയിൽ കുരുങ്ങി. നാട്ടുകാർ വലയിലെ കുടുക്കഴിച്ച് രക്ഷപ്പെടുത്തിയതോടെ അവൻ ആ നാട്ടുകാരനായി മാറുകയായിരുന്നു. രക്ഷപ്പെടുത്തിയ നാടിനോടുള്ള സ്നേഹം അങ്ങനെ കാവൽ ജോലിയായി അവൻ സ്വയം ഏറ്റെടുത്തെന്നാണ് നാട്ടുകാർ പറയുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു ആദ്യം ചെങ്ങാതിമാർ. ഇടയ്ക്ക് ഒരിടത്ത് നിന്നും കല്ലേറ് കിട്ടി കണ്ണിൽ മുറിവുണ്ടായി. ഇത് മിക്കവരെയും സങ്കടത്തിലാക്കി. അവനെ അറിയുന്നവർ ഭക്ഷണവും പരിചരണവും നൽകിയതോടെ പുഷ്പൻ ഉഷാറായി കാവൽ ജോലി തുടങ്ങി. ആട്ടിയകറ്റിയവരെ പതിയെ സ്നേഹം കൊണ്ട് കീഴടക്കി അങ്ങനെ ഒരു നാടിന്റെ മൊത്തം ഇഷ്ടം ഏറ്റുവാങ്ങിയ പുഷ്പന്റെ വിയോഗമാണിപ്പോൾ നാട്ടുകാരെ ദുഃഖത്തിലാക്കുന്നത്. ഏവർക്കും കൂട്ടായി നടക്കുന്ന പുഷ്പനെ ആരോ വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു. ആരാണെങ്കിലും ചെയ്തത് ശരിയായില്ലെന്നും നാട്ടുകാർ പറയുന്നു.